ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ 2ാമത്തെ യൂണിറ്റാണ് കേട്ടോ. ടു ദ വേൾഡ് ഓഫ് ആനിമൽസ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ, അതായത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഇല്ലേ? ഈ യൂണിറ്റിൽ നമ്മൾ ആനിമൽസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോസ് എല്ലാം STD3 2024 എന്ന പ്ലേലിസ്റ്റിൽ ലഭിക്കുന്നതാണ്. അതുപോലെ EVSൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD3 EVS എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. താഴെ തന്നിട്ടുള്ള പിക്ചർ നോക്കിക്കേ. വാവ്, ഓൾ ഓഫ് യു ഹാവ് കം ഏർലി ടുഡേ. വെരി ഗുഡ്. നിങ്ങളെപ്പോലെ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് അല്ലേ, അവിടെ ഒരു പെൺകുട്ടി. അവൾ പറയുകയാണെന്ത്, ഇന്ന് എല്ലാവരും നേരത്തെയാണല്ലോ എന്ന് പറയുകയാണല്ലേ. എല്ലാവരും എന്ന് ഉദ്ദേശിച്ച ആരൊക്കെയാണ്? നോക്കിക്കേ, അവരുടെ മുറ്റത്ത് ഒരുപാട് ആനിമൽസ് ഉണ്ട്, ബേർഡ്സും ഉണ്ട് അല്ലേ. അപ്പോൾ അവരെയാണ് ഉദ്ദേശിച്ചത്. സീയിങ് ഹെർ ഫ്രണ്ട്സ് മിത്ര കെയിം ഔട്ട് ഓഫ് ഹെർ ഹൗസ്. അവളുടെ കൂട്ടുകാരാണ് ഇവരെല്ലാവരും. അവൾ എന്നും സംസാരിക്കുന്ന, അവൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ മിത്ര എന്ത് പറഞ്ഞു? ഇന്ന് എല്ലാവരും നേരത്തെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് വന്നു. ചിൽഡ്രൻ, യു ഹാവ് സീൻ ദ സറൗണ്ടിങ് ഓഫ് മിത്രാസ് ഹൗസ്. നിങ്ങൾ മിത്രയുടെ വീടിൻ്റെ ചുറ്റുപാടും കണ്ടോ? വിച്ച് ക്രിയേച്ചേഴ്സ് ആർ ദെയർ ഇൻ ദ പിക്ചർ. ഈ ചിത്രത്തിൽ എന്തൊക്കെ ക്രിയേച്ചേഴ്സിനെ, എന്തൊക്കെ ജീവികളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? നോക്കിക്കേ, ഡോഗുണ്ട്, ക്യാറ്റുണ്ട്, ഗോട്ടുണ്ട്, ഹെന്നുണ്ട്, റൂസ്റ്ററുണ്ട്, ചിക്സ് ഉണ്ട്, പിന്നെയോ ബട്ടർഫ്ലൈ ഉണ്ട്, പിന്നെ ഒരു സ്ക്വയറലുണ്ട് അല്ലേ, അണ്ണാനുണ്ട്, അതുപോലെ തന്നെ വുഡ് പെക്കറുണ്ട്, മരംകൊത്തിയുണ്ട്, പാരറ്റുണ്ട്, തത്തയുണ്ട്, അങ്ങനെ ഒരു ക്രൗ ഉണ്ട്, പിന്നെ ഒരു കിങ് ഫിഷറുണ്ട് അല്ലേ, ഒരു പൊന്മാനുണ്ട്. ഇങ്ങനെ ഒത്തിരി ക്രിയേച്ചേഴ്സ് ഈ പിക്ചറിലുണ്ട്. എമംഗ് ദീസ് വിച്ച് ക്രിയേച്ചേഴ്സ് ഡു മിത്ര റൈസ്. ഇവിടെ എല്ലാ ജീവികളിൽ ഏതൊക്കെ ജീവികളെ ആയിരിക്കും മിത്രയ്ക്ക് വളർത്താനായിട്ടുള്ള സാധ്യതയുള്ളത്? മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയായിരിക്കും? ക്യാറ്റ്, ഡോഗ്, ഗോട്ട്, ഹെന്ന്, റൂസ്റ്റർ, ചിക്സ്, ഇതെല്ലാം വളർത്തുന്ന ജീവികളായിരിക്കും അല്ലേ. വിച്ച് ക്രിയേച്ചേഴ്സ് ഡു ഹ്യൂമൻ റൈസ് ആസ് പെറ്റ്സ്. മനുഷ്യർ പെറ്റ്സായിട്ട്, അതായത് വളർത്തു മൃഗങ്ങളായിട്ട് വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാണ് മക്കളെ? കൗ ഉണ്ട്, ഗോട്ടുണ്ട്, ഹെന്നുണ്ട്, റൂസ്റ്ററുണ്ട്, ഹോഴ്സുണ്ട്, കുതിര, റാബിറ്റ് ഉണ്ട് അല്ലേ. റാബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മുയൽ. പിന്നെ അതുപോലെ തന്നെ വേറെ എന്താണ്? ഡോഗുണ്ട്, നായയുണ്ട്, പിന്നെ ഫിഷസ് ഉണ്ട് അല്ലേ, ചില മീനുകളെല്ലാം വളർത്തില്ലേ. അപ്പോൾ ഇതെല്ലാം മനുഷ്യർ വളർത്തുന്ന കുറച്ച് ജീവികളാണ്. വൈ ഡു വി റൈസ് ആനിമൽസ്. നമ്മൾ എന്തിനാണ് ഇതുപോലെ ആനിമൽസിനെ വളർത്തുന്നത്? ഫോർ ഫുഡ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഫോർ സെക്യൂരിറ്റി, വീടിൻ്റെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, എന്ന് വെച്ചാൽ എന്താണ്? കൗതുകത്തിന് അല്ലേ. ഈ അലങ്കാരത്തിനൊക്കെ നമ്മൾ മീനിനെയൊക്കെ വളർത്തില്ല, ലവ് ബേർഡ്സിനെയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്താറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്, എന്ന് വെച്ചാൽ നമ്മളുടെ കൃഷി ആവശ്യത്തിന്. നമ്മൾ ഈ പശുവിനെയും അതുപോലെ തന്നെ ആടിനെയും ഒക്കെ നമ്മൾ ഫാമിൽ കൃഷി ആവശ്യത്തിന് വളർത്തില്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്താണ്? ആനിമൽസിനെ വളർത്താനായിട്ടുള്ള കുറച്ച് റീസൺസ് ആണ്. ഹൗ ഡു ദ ഗിവൺ ഡൊമസ്റ്റിക് ആനിമൽസ് ബെനിഫിറ്റ് അസ്. താഴെ തന്നിട്ടുള്ള ആനിമൽസ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്, നമുക്ക് ഉപകാരപ്രദമാകുന്നത് എങ്ങനെയൊക്കെയാണ്? കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽസ്. ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ ബെനിഫിറ്റ്സ്, യൂസസ് ആഡ് ചെയ്തുകൊണ്ട് താഴെ തന്നിട്ടുള്ള ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് നോക്കൂ, ഗോട്ട്, ആട്. എന്തിനാണ് വളർത്തുന്നത്? ഫോർ മിൽക്ക്, പാലിന് വേണ്ടിയിട്ട്. ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്, കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട്. അടുത്തത് ഹെന്ന്, കോഴി എന്തിനാണ് വളർത്തുന്നത്? ഫോർ മീറ്റ്, ഇറച്ചിക്ക് വേണ്ടിയിട്ട്. ഫോർ എഗ്ഗ്, മുട്ടയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ. ഇനി കൗവിനെ എന്തിനാണ് വളർത്തുന്നത്? ഫോർ മിൽക്ക്, ഫോർ മീറ്റ്, ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ്. അടുത്തത് ഹോഴ്സ്, കുതിരയെ എന്തിനാണ് വളർത്തുന്നത്? ഫോർ ട്രാവൽ പർപ്പസസ് അല്ലേ, യാത്രാ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുതിരയെ വളർത്താറുണ്ട്. ഇനി അടുത്തത് നോക്കൂ, ഡക്കിനെ എന്തിനാണ് വളർത്തുന്നത്? താറാവിനെ. ഫോർ എഗ്ഗ്, ഫോർ മീറ്റ്. അടുത്തത് ഫിഷ്, മീനിനെ എന്തിനാണ് വളർത്തുന്നത്? ഫോർ മീറ്റ്, ഇറച്ചിക്ക് വേണ്ടിയിട്ട്. ഫോർ ഡെക്കറേഷൻ, അലങ്കാരത്തിന് വേണ്ടിയിട്ട് അല്ലേ. വി റേസ് ആനിമൽസ് ഫോർ വേരിയസ് പർപ്പസസ്. നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മിൽക്ക്, എഗ് ആൻഡ് മീറ്റ് ഓഫ് സം ആനിമൽസ് ആർ യൂസ്ഡ് ആസ് ഫുഡ്.
പല ആനിമൽസിനെയും നമ്മൾ പല ആവശ്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ചില ആനിമൽസിൻ്റെ മിൽക്ക് പാല് നമ്മൾ കുടിക്കുന്നു, ചിലതിൻ്റെ എഗ്ഗ് കഴിക്കുന്നു, അതായത് മുട്ടയ്ക്ക് വേണ്ടിയിട്ട്, ചിലതിന് മീറ്റ് ഇറച്ചിക്ക് വേണ്ടിയിട്ട്. വി കീപ് സം അതർ ആനിമൽസ് ഫോർ പ്ലഷർ. ചില ആനിമൽസിനെ നമ്മൾ എന്തിനാണ് വളർത്തുന്നത്? നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡെക്കറേഷനോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്യൂരിയോസിറ്റിക്ക്, കൗതുകത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ചില ആനിമൽസിനെ വളർത്തുന്നത്. മെനി ക്രിയേച്ചേഴ്സ്. ഹൗ മെനി ക്രിയേച്ചേഴ്സ് കുഡ് യു ഐഡൻറ്റിഫൈ ഫ്രം ദ പിക്ചേഴ്സ്? താഴെ തന്നിട്ടുള്ള ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏതൊക്കെ ആനിമൽസിനെ അറിയാം? റൈറ്റ് ഡൗൺ ദെയർ നെയിം. അവയുടെ പേരുകൾ എഴുതി കൊടുക്കുക. ആദ്യത്തേത് ലിസാർഡാണ്. ലിസാർഡ് എന്ന് വെച്ചാൽ പല്ലി. അടുത്തത് സ്നെയിൽ എന്ന് വെച്ചാൽ ഒച്ച്. പിന്നെ ആൻറ്റ്സ്, ഉറുമ്പുകൾ. നാലാമത്തേത് കോപ്പർ പോട്ട് എന്ന് വെച്ചാൽ ചെമ്പോത്ത്, ഉപ്പൻ എന്നൊക്കെ പറയില്ലേ, അത് കേട്ടോ. നെക്സ്റ്റ് പിക്ചർ സെൻറ്റിപ്പേഡ് എന്ന് വെച്ചാൽ നമ്മുടെ പഴുതാര. പിന്നെ ബാറ്റ്, വവ്വാൽ. അടുത്തത് മങ്കോസ് എന്ന് വെച്ചാൽ നമ്മുടെ കീരി. പിന്നെ തേരട്ടയാണല്ലേ. തേരട്ടയ്ക്ക് മില്ലിപേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പിക്ചേഴ്സാണ് നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത്. ദ ലിവ്സ് ഇൻ അവർ ഹോംസ് ആൻഡ് സറൗണ്ടിങ്സ്. ഈ തന്നിട്ടുള്ള ക്രിയേച്ചേഴ്സ് എല്ലാം, ജീവികളെല്ലാം നമ്മളുടെ ചുറ്റുപാടിലും പരിസരത്തുമായിട്ട് ജീവിക്കുന്നവരാണ് അല്ലേ. ആർ ദെയർ എനി ഡൊമസ്റ്റിക് ആനിമൽസ് എമംഗ് ദിസ്? ഇതിൽ നമ്മൾ വളർത്തുന്ന ഏതെങ്കിലും മൃഗങ്ങളുണ്ടോ? ഇല്ല. ഫൈൻഡ് ഔട്ട് മോർ ക്രിയേച്ചേഴ്സ് ഇൻ ആൻഡ് അറൗണ്ട് യുവർ ഹോം ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ നെയിംസ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഇതുപോലെ നിങ്ങളുടെ വീടിനും ചുറ്റുപാടുമായിട്ട് കഴിയുന്ന ഒരുപാട് ജീവികളുണ്ടല്ലോ, അവയുടെ പേരുകളൊന്ന് കണ്ടെത്തി എഴുതൂ. ഹെന്ന്, കൗ, ഗോട്ട്, ഗ്രാസ് ഹോപ്പേഴ്സ്, ആൻറ്റ്, ബട്ടർഫ്ലൈ, ഹണി ബി, സ്നേക്ക്, ഫ്രോഗ്, ക്രൗ, സ്ക്വയറൽ, പാരറ്റ്, പീകോക്ക്, സ്നെയിൽ, വേംസ്. ഇതെല്ലാം നമ്മളുടെ സറൗണ്ടിങ്സിൽ ജീവിക്കുന്ന കുറച്ച് ആനിമൽസാണ്. ടൈനി വൺസ് ആൻഡ് ജയൻസ്. ടൈനി എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ ജീവികളും, ജയൻസ് വലിയ ജീവികളും. എ ഗെയിം. മിത്രയും ഫ്രണ്ട്സും ഒരു ഗെയിം കളിക്കുകയാണ് കേട്ടോ. ദേ സേ ദ നെയിംസ് ഓഫ് ക്രിയേച്ചേഴ്സ്. അവരെന്ത് ചെയ്യുന്നു? കുറേ ജീവികളുടെ പേരുകൾ പറയുന്നു. ഹൂ വിൽ ഫൈൻഡ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ക്രിയേച്ചേഴ്സ്? ഇറ്റ് ബിക്കെയിം എ കോൺടെസ്റ്റ്. എന്താണ്? ആരാണ് ഏറ്റവും കൂടുതൽ ജീവികളുടെ പേര് പറയുന്നത് എന്നാണ് ഇവർ നോക്കുന്നത്. ഗ്രാസ് ഹോപ്പർ, ഫയർഫ്ലൈ, ക്യാംലിയോൺ, ബീറ്റിൽ, കൗ. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ ആനിമൽസിൻ്റെ പേര്. ദേ ഡിഡ് നോട്ട് ഫൊർഗെറ്റ് ടു ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് ദ ക്രിയേച്ചേഴ്സ്. അവർ പറയുന്ന ആനിമൽസിൻ്റെ ക്രിയേച്ചേഴ്സിൻ്റെ പിക്ചറും അവർ വരയ്ക്കുന്നുണ്ട്. ഡിഡ് യു സീ ദ പിക്ചേഴ്സ് ഓഫ് ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് മിത്ര ഡ്രൂ? മിത്ര വരച്ച ക്രിയേച്ചേഴ്സിൻ്റെ ചിത്രങ്ങൾ നോക്കിക്കുക. എലഫൻറ്റ്, ബേർഡ്, കൗ, മങ്കി, ഫ്രോഗ്, റാബിറ്റ്, സ്ക്വയറൽ എല്ലാം ഉണ്ട് അല്ലേ. ഷോൾ വി പ്ലേ ദ സെയിം ഗെയിം? നിങ്ങൾക്കും ഇതുപോലെ ഈ ഗെയിം കളിക്കാൻ പറ്റുമോ? പ്രസൻറ്റ് ദ സൗണ്ട് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് എ ഫ്യൂ ക്രിയേച്ചേഴ്സ് വിത്തൗട്ട് നെയിമിങ് ദം. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഐഡൻറ്റിഫൈ ദ ക്രിയേച്ചർ. എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷനോ കാണിക്കുക. നിങ്ങളുടെ ഫ്രണ്ട് ആ ആനിമലിൻ്റെ പേര് പറയട്ടെ. ക്രിയേറ്റ് എ ടേബിൾ വിത്ത് ദ നെയിംസ് ഓഫ് ക്രിയേച്ചേഴ്സ് ദാറ്റ് യു ഫൗണ്ട്. ഡ്രോ ആൻഡ് കളർ ദം. എന്നിട്ട് നിങ്ങൾ പറയുന്ന ആനിമൽസിൻ്റെ എന്ത് ചെയ്യുക? ഒരു ടേബിൾ, ആ പേര് വെച്ചിട്ട് നിങ്ങൾക്കൊരു ടേബിൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പിക്ചർ വരയ്ക്കാനും കളർ ചെയ്യാനും മറക്കരുതേ. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ആനിമൽ ഇൻ യുവർ ലിസ്റ്റ്? ദ ലാർജസ്റ്റ്. നിങ്ങൾ എഴുതിയതിൽ ലിസ്റ്റിൽ, ക്രിയേച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും വലിയ ആനിമലിൻ്റെ പേരെന്താണെന്ന് അവിടെ എഴുതി കൊടുക്കുക. അതുപോലെ ഏറ്റവും ചെറുത് ഏതാണെന്നും എഴുതി കൊടുക്കുക. അറേഞ്ച് ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ആനിമൽസ് ഇൻ യുവർ ടേബിൾ ബേസ്ഡ് ഓൺ ദെയർ സൈസ്. നിങ്ങൾ എഴുതിയ ടേബിളിലുള്ള ആനിമൽസിനെ അതിൻ്റെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്ത് എഴുതുക. ഹാവ് യു നോട്ടീസ് ദ സെയിം ടൈനി ക്രിയേച്ചേഴ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ്? നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങൾ എഴുതിയ അതേ ജീവികളെ, ചെറിയ ജീവികളെ കാണാറുണ്ടോ നിങ്ങൾ? ഹാവിൻ യു സീൻ മെനി ടൈനി ക്രിയേച്ചേഴ്സ് ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്സ്? നിങ്ങളുടെ സ്കൂൾ ചുറ്റുപാടിൽ അതുപോലെ ചെറിയ ചെറിയ ജീവികളെ കാണാറുണ്ടോ? വിച്ച് ആർ ദേ? ഏതൊക്കെയാണത്? ഒരുപാടുണ്ടല്ലേ. വേംസ്, ഹണി ബീസ്, ബട്ടർഫ്ലൈസ്, പിന്നെ അതുപോലെ തന്നെ മില്ലിപേഡ്, സെൻറ്റിപേഡ്, ഒരുപാട് ടൈനി ഒബ്ജക്ട്സ് നമുക്ക് നമ്മളുടെ സറൗണ്ടിങ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. ആർ ദേ ഓൾ ഓഫ് ദ സെയിം സൈസ്? അവരെല്ലാവരും ഒരേ സൈസാണോ? അല്ല, വ്യത്യസ്ത വലുപ്പമാണ്. ലെറ്റ് us ഒബ്സർവ് ദം ടുഗെദർ. പ്ലീസ് യൂസ് ദ ഹാൻഡ് ലെൻസ് ഫോർ യുവർ ഒബ്സർവേഷൻ. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ജീവികളെ ഒബ്സർവ് ചെയ്ത് നോക്കൂ. വേർ ഷോൾ വി ഒബ്സർവ്? നമുക്ക് എവിടെയെല്ലാം ഒബ്സർവ് ചെയ്യാൻ പറ്റും? ഇൻ ദ സോയിൽ, മണ്ണിൽ ഒബ്സർവ് ചെയ്യാം. ഇൻ പ്ലാന്റ്സ്, ചെടികളിൽ ഒബ്സർവ് ചെയ്യാം. ഇൻ ദ ട്രീസ്, മരത്തിൽ ഒബ്സർവ് ചെയ്യാം. ഇൻ ദ ഫീൽഡ്സ്, പാടത്തും വയലിലും ഒക്കെ ഒബ്സർവ് ചെയ്യാം. നിയർ ദ പോണ്ട്, കുളത്തിൻ്റെ അടുത്ത്, കുളത്തിൻ്റെ കുളക്കരയിലൊക്കെ ഒബ്സർവ് ചെയ്യാം. റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ദ ടൈനി ക്രിയേച്ചേഴ്സ് ദാറ്റ് യു ഫൗണ്ട് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഇതുപോലെയുള്ള ടൈനി ഒബ്ജക്ട്സിനെ, ചെറിയ വസ്തുക്കളെ എന്ത് ചെയ്യുക? ചെറിയ ജീവികളെ അവരുടെ പേര് നിങ്ങളുടെ EVSൻ്റെ നോട്ട്ബുക്കിൽ എഴുതി നോക്കൂ.
ഏതൊക്കെയുണ്ട് മക്കളെ? വേംസ് പുഴുക്കളുണ്ട്, ഫ്രോഗ് തവള, സ്നെയിൽ ഒച്ച്, ബട്ടർഫ്ലൈ പൂമ്പാറ്റ, ഹണിബി തേനീച്ച, മൊസ്കിറ്റോ കൊതുകുകൾ, ഹൗസ് ഫ്ലൈ ഈച്ച, മില്ലിപ്പേഡ് തേരട്ട, സെൻറ്റിപ്പേഡ് പഴുതാര. ഇതെല്ലാം എന്താണ്? നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ടൈനി ഒബ്ജക്ട്സ് ആണ്, ടൈനി ക്രിയേച്ചേഴ്സ് ആണ് അല്ലേ? Finger drawings. Look at the pictures. They are drawn by dipping fingers in ink and imprinting the same on paper. Draw more pictures like this. ഈ ചിത്രങ്ങൾ കണ്ടോ? ഈ ചിത്രങ്ങൾ എങ്ങനെ വരച്ചതാണ്? നമ്മളുടെ തമ്പിൽ, നമ്മളുടെ കയ്യിൻ്റെ വിരൽ മഷിയിൽ മുക്കിയിട്ട് അത് പതിപ്പിച്ച് അതിൽ വരച്ച ചിത്രങ്ങളാണ്. നിങ്ങളും ഇതുപോലെ കൂടുതൽ ചിത്രങ്ങൾ വരച്ചു നോക്കൂ. Variety in features. Identify the animals by observing the body parts in the picture. നമുക്ക് താഴെ കുറച്ച് ആനിമൽസിൻ്റെ ചെറിയ ചില ബോഡി പാർട്സ് തന്നിട്ടുണ്ട്. ആ ബോഡി പാർട്സ് കണ്ടിട്ട് ആനിമൽ ഏതാണെന്ന് എഴുതൂ. ആദ്യത്തേതാണ് എലഫൻറ്റ്, പീകോക്ക്, സീബ്ര, ഹെൻ ആണല്ലോ. ഹൗ ഡു ദീസ് ആനിമൽസ് ഡിഫർ? ഈ ആനിമൽസ് എല്ലാം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? കളറിൽ വ്യത്യാസമുണ്ട് അല്ലേ? നിറത്തിൽ വ്യത്യാസമുണ്ട്. പല ആനിമൽസിനും പല നിറമല്ലേ? സ്പോട്ട്സ് കുത്തുകളിൽ അല്ലെങ്കിൽ പുള്ളികളിൽ വ്യത്യാസമുണ്ട്. നോക്കിക്കേ, സീബ്രയുടെ പുള്ളി പോലെയാണോ മയിലിൻ്റെ പുള്ളി? അല്ല. അതുപോലെ സൈസ് വലുപ്പത്തിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? പിന്നെയോ ഷേപ്പ് ആകൃതിയിൽ വ്യത്യാസമുണ്ട്. ആർ ദെയർ ക്രിയേച്ചേഴ്സ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ഒബ്സർവിങ് ദെയർ കളർ? നിങ്ങൾക്ക് കളർ വെച്ച്, നിറം വെച്ച് വ്യത്യസ്തത മനസ്സിലാക്കാവുന്ന ജീവികളുണ്ടോ? ഇന്ന നിറം കാണുമ്പോൾ ഇത് ഈ ജീവിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ജീവികളുണ്ടോ? യെസ്, ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? എലഫൻ്റ് ഉണ്ട്, പാരറ്റ് ഉണ്ട്, ക്രൗ ഉണ്ട്, സീബ്ര ഉണ്ട് അല്ലേ? എലഫൻറ്റിൻ്റെ കളറും പാരറ്റിൻ്റെ കളറും ഒന്നല്ലല്ലോ. അപ്പോൾ നമ്മൾ നിറം കണ്ടാൽ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പിന്നെ വിച്ച് ആർ ദ ക്രിയേച്ചേഴ്സ് ദാറ്റ് യു ക്യാൻ ഐഡൻറ്റിഫൈ ലുക്കിംഗ് ദെയർ ഹോൺസ്? കൊമ്പ് കണ്ടിട്ട് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്ന ജീവികളുണ്ടോ? യെസ്, ഉണ്ട്. ഏതൊക്കെയാണ്? എലഫൻറ്റ്, കൗ, ഗോട്ട്. എലഫൻറ്റ്, പശു, ആട്, ഇതിൻ്റെ എല്ലാം കൊമ്പുകൾ വ്യത്യാസമില്ലേ? ഹൗ അബൌട്ട് സ്പോട്ട്സ്? ഇനി പുള്ളികൾ കണ്ടാൽ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്ന ജീവികളുണ്ടോ? യെസ്, അതുമുണ്ട്. ഏതൊക്കെയാണ്? പീകോക്ക്, ഹെൻ, സീബ്ര. ഇതെല്ലാം വേറെ വേറെ പുള്ളികളാണ് അല്ലേ? എവ്രി ക്രിയേച്ചർ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഷേപ്പ്, സൈസ്, കളർ, ഹോൺസ്, നെയിൽസ്, സ്പോട്ട്സ്, സ്ട്രിപ്സ് എക്സെട്ര. എല്ലാ ജീവികളും അതിൻ്റെ ആകൃതി, വലുപ്പം, നിറം, കൊമ്പ്, നഖം, കുത്ത്, വര തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം എന്താണ്? വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. സീ ക്രിയേച്ചേഴ്സ്, കടൽ ജീവികൾ. വി നോ ദാറ്റ് ദർ ആർ മെനി കൈൻഡ്സ് ഓഫ് ഫിഷസ് ഇൻ ദ സീ. കടലിൽ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് മീനുകളുണ്ടെന്ന് നമുക്കറിയാം. സീ ഈസ് ദ ഹാബിറ്റാറ്റ് നോട്ട് ഓൺലി ടു ഫിഷസ് ബട്ട് ഓൾസോ ടു മെനി അതർ ക്രിയേച്ചേഴ്സ്. കടലെന്ന് പറയുന്നത് ഒരു ഹാബിറ്റാറ്റാണ്, ഒരു ആവാസ വ്യവസ്ഥയാണ്. മീനുകൾക്ക് മാത്രമല്ല, ഒട്ടനവധി സസ്യങ്ങളും എല്ലാ ജന്തുക്കളും കടലിലുണ്ട്. ദർ ആർ മോർ ക്രിയേച്ചേഴ്സ് ഇൻ ദ സീ ദാൻ ഓൺ ലാൻഡ്. നമ്മൾ കരയിൽ കാണുന്നതിലും കൂടുതൽ ജീവികൾ എവിടെയുണ്ട്? കടലിലുണ്ട്. വിച്ച് സീ ആനിമൽസ് ഡു യു നോ? നിങ്ങൾക്കറിയാവുന്ന സീ ആനിമൽസ് ഏതൊക്കെയാണ്? നമുക്ക് ഏതൊക്കെയൊക്കെ അറിയാം. സ്റ്റാർ ഫിഷ് ഉണ്ട്, ഓക്ടോപ്പസ്, ഡോൾഫിൻ, ഫിഷസ്, അങ്ങനെ ഒരുപാട് സീ ആനിമൽസിനെ നമുക്കറിയാം അല്ലേ? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദെം. ഏതൊക്കെയാണ് മക്കളെ നമ്മൾ പറഞ്ഞത്? സ്റ്റാർ ഫിഷ്, ഡോൾഫിൻ, പിന്നെ അതുപോലെ ജെല്ലി ഫിഷ്, ഷാർക്ക്, ഓക്ടോപ്പസ്, സീ ടോർട്ടോയ്സ്. ഇതെല്ലാം നമുക്കറിയാവുന്ന കുറച്ച് സീ ആനിമൽസ് ആണ് അല്ലേ? സീ ദ പിക്ചേഴ്സ് ഓഫ് സം ഓഫ് ദ സീ ക്രിയേച്ചേഴ്സ്. കടലിലുള്ള കുറച്ച് ക്രിയേച്ചേഴ്സിൻ്റെ പിക്ചർ നോക്കിക്കേ. ആദ്യത്തേത് സീ ഹോഴ്സാണ്, കടൽ കുതിര. പിന്നെ സീ ഹെഡ്ജ് ഹോഗ് എന്ന് വെച്ചാൽ കടൽ മുള്ളൻ പന്നി. പിന്നെ സീ കുക്കുംബർ, കടൽ വെള്ളരി. സീ കൗ, കടൽ പശു. വൈ ഡിഡ് ദീസ് ക്രിയേച്ചേഴ്സ് ഗെറ്റ് സച്ച് നെയിംസ്? ഈ ക്രിയേച്ചേഴ്സിനൊക്കെ അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്തായിരിക്കും? അവർ ലാൻഡിലുള്ള ഈ ജീവികളുമായിട്ട് സാമ്യമുള്ളതുകൊണ്ട്, അവരുടെ രൂപം സാമ്യമുള്ളതുകൊണ്ടാണ് ആ പേര് വന്നത് അല്ലേ? ഹോഴ്സിൻ്റെ രൂപമുള്ളതുകൊണ്ടാണ് സീ ഹോഴ്സ് എന്ന്, മുള്ളൻ പന്നിയുടെ ഉള്ളതുകൊണ്ട് കടൽ മുള്ളൻ പന്നി എന്ന്, ക്യൂക്യുംബറിൻ്റെ രൂപമുള്ളതുകൊണ്ട് സീ ക്യൂക്യുംബർ, പശുവിൻ്റെ രൂപമുള്ളതുകൊണ്ട് സീ കൗ. ബ്ലൂ വെയിൽ, ദ ലാർജസ്റ്റ് ക്രിയേച്ചർ ഓൺ എർത്ത് ലീവ്സ് ഇൻ ദ സീ. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ജീവിയായ ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം, ജീവിക്കുന്നത് കടലിലാണ്. ദേ ആർ നോട്ട് ഫ്രം ദ ഫാമിലി ഓഫ് ഫിഷ്. അവർ മീനിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടതല്ല. ബ്ലൂ വെയിൽസ് ഗിവ് ബർത്ത് ടു ദെയർ ഓഫ് സ്പ്രിങ്സ്. ബ്ലൂ വെയിൽ എങ്ങനെയാണ്? കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്, മുട്ടയിടുകയല്ല, പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. മെനി വേസ് ഓഫ് മൂവ്മെൻറ്റ്.
വ്യത്യസ്ത രീതിയിലുള്ള ചലനങ്ങൾ. ദ ഫിഗർ ഓഫ് വിച്ച് ക്രിയേച്ചേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ ഏതൊക്കെ ജീവികളുടെ ചിത്രങ്ങളാണുള്ളത്? ആദ്യത്തേതൊരു ക്രെയിനാണ്, കൊക്കാണ്. രണ്ടാമത്തേത് ഫ്രോഗ്, തവള. പിന്നെ സ്നേക്ക്, പാമ്പ്. ഫിഷ്, മീൻ അല്ലേ? മേക്ക് ദം ബൈ ഫോൾഡിങ് പേപ്പേഴ്സ്. നിങ്ങൾ ഇതുപോലെ പേപ്പർ കൊണ്ട് ഈ ജീവികളെ ഉണ്ടാക്കി നോക്കൂ. Use these figures to show how they move. Do all creatures move in the same way? എല്ലാ ജീവികളും ഒരേ രീതിയിലാണോ സഞ്ചരിക്കുന്നത്? അല്ല. കാറ്റഗറൈസ് ക്രിയേച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്ന ടേബിള് ജീവികളുടെ മൂവ്മെൻറ്റിൻ്റെ, ചലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് എഴുതി നോക്കൂ. ആദ്യത്തേത് വാക്കിംഗ് ക്രിയേച്ചേഴ്സ്, നടന്ന് സഞ്ചരിക്കുന്നവ. ഏതൊക്കെയാണ്? ഒരുപാടുണ്ടല്ലേ. ലയൺ, ടൈഗർ, എലഫൻറ്റ്, ഡിയർ, റാബിറ്റ്. ഇതൊക്കെ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. രണ്ടാമത്തേത് ക്രോളിംഗ് ക്രിയേച്ചേഴ്സ്, അതായത് ഇഴയുന്ന ജീവികൾ. ഏതൊക്കെയാണ്? സ്നേക്ക്, പാമ്പ്, മില്ലിപ്പേഡ്, തേരട്ട, സ്നെയിൽ, ഒച്ച്, ടോർട്ടോയിസ്, ആമ. ഇതെല്ലാം കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സ്, പറക്കുന്ന ജീവികൾ. ക്രൗവ്, കാക്ക, പീജിയൺ, പ്രാവ്, പാരറ്റ്, തത്ത, ഈഗിൾ, പരുന്ത് തുടങ്ങിയിട്ടുള്ള ബേർഡ്സ് എല്ലാം ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സാണ്. ഇനിയോ സ്വിമ്മിങ് ക്രിയേച്ചേഴ്സ്, നീന്തുന്ന ജീവികൾ. ഫിഷസ്, മീൻ, ഫ്രോഗ്, തവള, ക്രാബ്, ഞണ്ട്, ക്രോക്കഡൈൽ, മുതല. ഇതെല്ലാം സ്വിമ്മിങ് ക്രിയേച്ചേഴ്സിന് എക്സാമ്പിളാണ്. ഈസ് ദർ എനി ക്രിയേച്ചേഴ്സ് ദാറ്റ് മൂവ്സ് ഇൻ എ ഡിഫറെൻറ്റ് വേ? ഇനി മറ്റ് രീതിയിൽ ഏതെങ്കിലും സഞ്ചരിക്കുന്ന ജീവികളെ നിങ്ങൾക്കറിയാമോ? യെസ്, ഫ്രോഗ്, ഗ്രാസ് ഹോപ്പർ തുടങ്ങിയിട്ടുള്ള ജീവികളൊക്കെ എങ്ങനെയാണ്? ബൈ ജമ്പിങ്, ചാടിയാണല്ലേ സഞ്ചരിക്കുന്നത്. ഈസ് ദർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ക്രിയേച്ചേഴ്സ്? ഈ ജീവികളുടെ എല്ലാം ബോഡി ഫീച്ചേഴ്സും, അതായത് ശരീരപ്രകൃതവും അവരുടെ മൂവ്മെൻറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? യെസ്, ഉണ്ട്. നോക്കിക്കേ താഴെ തന്നിട്ടുള്ള ടേബിൾ. ക്രിയേച്ചേഴ്സ്, ബോഡി ഫീച്ചേഴ്സ്, മൂവ്മെൻറ്റ്. ആദ്യത്തേത് ഹോഴ്സാണ്. ഹോഴ്സിൻ്റെ ബോഡി ഫീച്ചർ എന്താ മക്കളെ? 4 legs ദാറ്റ് ബെൻഡ് ബാക്ക്വേർഡ്സ്. പുറകോട്ട് വളയ്ക്കാവുന്ന 4 കാലുകളുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് വാക്കിങ്ങും റണ്ണിങ്ങുമാണ്. അതുകൊണ്ട് കുതിരയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോഴ്സിന് പെട്ടെന്ന് നല്ല സ്പീഡിൽ ഓടാനായിട്ട് പറ്റും. സെക്കൻഡ് ക്രിയേച്ചേഴ്സ് സ്നേക്കാണ്, പാമ്പാണ്. പാമ്പിൻ്റെ ബോഡി ഫീച്ചർ എന്താ? ഇറ്റ് ഹാസ് നോ ലെഗ്സ് ആൻഡ് ഹാൻഡ്സ്. അതിന് കൈകാലുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്നേക്കിന് വാക്ക് ചെയ്യാൻ പറ്റില്ല. പകരം അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ബൈ ക്രോളിംഗ് ആണ്. ക്രോളാണ്, ഇഴഞ്ഞുകൊണ്ടാണ് അല്ലേ? ഇനി നെക്സ്റ്റ് ക്രിയേച്ചർ പീജിയൺ ആണ്, അല്ലെങ്കിൽ ഒരു ബേർഡാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഹാസ് വിങ്സ് ടു ഫ്ലൈ. പറക്കാനായിട്ട് ചിറകുകളുണ്ട്. ഷാർപ്പ് ബീക്ക് ആൻഡ് നെയിൽസ്. കൂർത്ത നഖങ്ങളും ചുണ്ടുകളുമാണുള്ളത്. എങ്ങനെയാണ് മൂവ്മെൻറ്റ്? ഫ്ലൈ, വാക്ക്. പറന്നും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നടന്നും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തത് ഫിഷാണ്. ഫിഷിൻ്റെ പ്രത്യേകത എന്താണ്? ഫ്ലാറ്റ് ബോഡി, പരന്ന ശരീരമാണ്. പരന്ന ശരീരമായതുകൊണ്ട് തന്നെ ഫിഷിന് എന്ത് ചെയ്യാൻ പറ്റും? സ്വിം ചെയ്യാൻ പറ്റും, നന്നായിട്ട് നീന്താനായിട്ട് പറ്റും. മൂവ്മെൻറ്റ് എങ്ങനെയാണ്? സ്വിമ്മാണ്. ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് എ ഡക്ക്. ഒരു താറാവിൻ്റെ മൂവ്മെൻറ്റ് നോക്കൂ. ആർ ദെയർ ക്രിയേച്ചേഴ്സ് ദാറ്റ് മൂവ് ഇൻ മോർ ദാൻ വൺ വേ? ഫൈൻഡ് ദം ഔട്ട്. ഡക്കിന് സ്വിം ചെയ്യാനും പറ്റും, നീന്താനും പറ്റും, അതുപോലെ തന്നെ വാക്ക് ചെയ്യാനും പറ്റും, നടക്കാനും പറ്റും അല്ലേ? അതുപോലെ ഒന്നിൽ കൂടുതൽ രീതിയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ജീവികളുണ്ടോ? യെസ്, ഉണ്ട്. ഹോഴ്സ്, ബേർഡ്സ്, ഫ്രോഗ് ഇതെല്ലാം ഒന്നിൽ കൂടുതൽ രീതിയിൽ മൂവ്മെൻറ്റ് നടത്തുന്ന ജീവികളാണ്. Each creature has a movement based on the features of its body and the environment that it lives. എല്ലാ ജീവികളുടെയും സഞ്ചാര രീതി, മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ബോഡിയെയും അതുപോലെ തന്നെ അത് ജീവിക്കുന്ന പരിസരത്തെയും ആശ്രയിച്ചാണ്, ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്. നമ്മളിപ്പോൾ മൂവ്മെൻറ്റിലുള്ള ഡൈവേഴ്സിറ്റിയാണ്, വ്യത്യസ്തതയാണ് പഠിച്ചത്. ഇനി മൂവ്മെൻറ്റിൽ മാത്രമല്ല, ഫുഡിൻ്റെ കാര്യത്തിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഡൈവേഴ്സിറ്റി ഉണ്ട്. ആൻഡ്സ് ആൻഡ് സ്മോൾ ഇൻസെക്ട്സ് ആർ മൈ ഫുഡ്. ആരാണിത് പറയുന്നത്? പ്രേയിങ് മാൻറ്റീസ് ആണ് പറയുന്നത്. എന്താണ്? എൻ്റെ ഭക്ഷണം ഉറുമ്പുകളും അതുപോലെ ചെറിയ ചെറിയ പ്രാണികളുമാണ്. ഐ ലൈക്ക് ദ സ്വീറ്റ് നെക്ടർ ഓഫ് ഫ്ലവേഴ്സ്. ബട്ടർഫ്ലൈ പറയുന്നത് എന്താണ്? എനിക്ക് പൂക്കളിലെ മധുരമുള്ള തേനാണ് ഇഷ്ടം. ഹാവ് യു റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പ്രേയിങ് മാൻറ്റിസ് ആൻഡ് ബട്ടർഫ്ലൈ? What did they say? Find out the food of a few other creatures and write them in the table given. നമുക്ക് താഴെ തന്നിട്ടുള്ള ടേബിളിൽ കുറച്ച് ജീവികളുടെ പേര് എഴുതിയിട്ടുണ്ട്. അവയുടെ ഫുഡ് എന്തൊക്കെയാണെന്ന് എഴുതി കൊടുക്കണം. ആദ്യത്തെ ജീവി ഏതാണ് മക്കളെ? കൗവാണ്, പശുവാണ് അല്ലേ? പശുവിൻ്റെ ഫുഡ് എന്തൊക്കെയാണ്? ലീഫ്, ഇലകളും അതുപോലെ ഗ്രെയിൻസ്, ധാന്യങ്ങളുമാണ്. അടുത്തത് ക്രൗ, കാക്ക. കാക്കയുടേത് ഏതാണ്? ഫ്രൂട്ട്സ്, മീറ്റ്, ഇറച്ചി, ഫിഷ്, ഗ്രെയിൻസ്. എലഫൻറ്റ്,
ലീഫ് ഷുഗർ കെയിൻ എന്ന് വെച്ചാൽ കരിമ്പ്, പാം ലീഫ് പന അല്ലെ പനയുടെ ഇലയില്ലേ അത്. പിന്നെയോ സ്ക്വയറൽ അണ്ണാൻ്റേത് സീഡ്സ് വിത്തുകളും ഫ്രൂട്ട്സുമാണ്. ഹെന്ന് കോഴി, ലീഫ് മീറ്റ്, ഫിഷ് ഗ്രെയിൻസ്. ഈഗിൾ പരുന്തിനെന്താണ് മീറ്റാണ്, ഇറച്ചിയാണ്. കിങ് ഫിഷർ പൊന്മാൻ എന്താ കഴിക്കുന്നത്, ഫിഷാണ്, മീനാണ്. ഫ്രോഗ് തവളയോ സ്മോൾ ഫ്ലൈസ് ചെറിയ ചെറിയ പ്രാണികളെയും, ഗ്രാസ് ഹോപ്പർ അതുപോലെ തന്നെ നമ്മുടെ പുൽച്ചാടിയെയും ഒക്കെയാണ് ഫ്രോഗ് കഴിക്കുന്നത്. പിന്നെ ലയണിൻ്റേത് മീറ്റാണ്. ടൈഗറിൻ്റേത് മീറ്റാണ്. വിച്ച് എമംഗ് ദ ക്രിയേച്ചേഴ്സ് ഈറ്റ് ഓൺലി ദ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. നമ്മൾ പട്ടികപ്പെടുത്തിയതിൽ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന, അതായത് സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? കൗവ്, എലഫൻറ്റ്, സ്ക്വയറൽ. വിച്ച് ക്രിയേച്ചേഴ്സ് ഈറ്റ് ഓൺലി മീറ്റ്. ഇറച്ചി മാത്രം കഴിക്കുന്ന ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണ്? ഈഗിൾ, കിങ് ഫിഷർ, ലയൺ, ടൈഗർ. വിച്ച് ക്രിയേച്ചേഴ്സ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. ഇനി പ്ലാന്റും മീറ്റും കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? കൗ, ഹെൻ, ഫ്രോഗ്. അപ്പോൾ ഈ ടേബിൾ എഴുതിയപ്പോൾ എന്ത് മനസ്സിലായി മക്കളെ? പല ജീവികളും പല ഫുഡ് ഐറ്റംസ് ആണ് കഴിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? ക്രിയേച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ് പാർട്സ് ആർ കോൾഡ് ഹെർബിവോർസ്. പ്ലാന്റ് പാർട്സ് മാത്രം കഴിക്കുന്ന ക്രിയേച്ചേഴ്സിനെ വിളിക്കുന്നത് എന്താണ്? ഹെർബിവോർസ് എന്നാണ്. ദ ക്രിയേച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി മീറ്റ് ആർ കോൾഡ് കാർണിവോർസ്. മീറ്റ് മാത്രം, അതായത് ഇറച്ചി മാത്രം കഴിക്കുന്ന ജീവികളെ വിളിക്കുന്ന പേര് കാർണിവോർസ് എന്നാണ്. ഒംനിവോർസ് ആർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. ഇനി പ്ലാന്റ്സും മീറ്റും സസ്യങ്ങളും ഇറച്ചിയും കഴിക്കുന്ന ജീവികളെ വിളിക്കുന്ന പേരെന്താണ്? ഒംനിവോർസ് എന്നാണ്. ഇപ്പോൾ 3 തരത്തിലുള്ള ജീവികളാണുള്ളത്: ഹെർബിവോർസ്, കാർണിവോർസ് ആൻഡ് ഒംനിവോർസ്. കളർ ദ സർക്കിൾസ് ഇൻ ദ ബോക്സ് അക്കോർഡിംഗ് ടു ദ ക്ലൂസ് ഗിവൺ. താഴെ കുറച്ച് ക്രിയേച്ചേഴ്സിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ കാർണിവോർസ് ആണെങ്കിൽ യെല്ലോ കളർ കൊടുക്കണം, ഒംനിവോർസ് ആണെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കണം, ഹെർബിവോർസ് ആണെങ്കിൽ റെഡ് കളർ കൊടുക്കണം. ആദ്യത്തേത് നോക്കിക്കേ, കൗവാണ്. കൗ എന്താണ്? കൗ ഒരു ഹെർബിവോറാണ്, പ്ലാന്റ് മാത്രം കഴിക്കുന്ന ജീവിയാണ് അല്ലേ. പിന്നെ ഡിയറും ഒരു ഹെർബിവോറാണ്, പ്ലാന്റ് മാത്രം കഴിക്കുകയുള്ളൂ. ഹെൻ ഒരു ഒംനിവോറാണ്, അതായത് പ്ലാന്റും കഴിക്കും അതുപോലെ മീറ്റും കഴിക്കും. ടൈഗർ ഒരു കാർണിവോറാണ്, അതായത് മീറ്റ് മാത്രം കഴിക്കുകയുള്ളൂ. അടുത്തത് ഫ്രോഗാണ്. ഫ്രോഗ് ഒരു ഒംനിവോറാണ്, അതായത് മീറ്റും കഴിക്കും പ്ലാന്റും കഴിക്കും. പിന്നെ ഉള്ളത് ഹൗസ് ഫ്ലൈ ആണ്. ഹൗസ് ഫ്ലൈ ഒരു ഹെർബിവോറാണ്. പിന്നെ ഉള്ളത് ബഫല്ലോ ആണ്. ബഫല്ലോ എന്താണ്? ഒരു ഹെർബിവോറാണ്, അതുപോലെ പ്ലാന്റ് മാത്രം കഴിക്കുകയുള്ളൂ. പിന്നെ ബട്ടർഫ്ലൈയും ഒരു ഹെർബിവോറാണ്, പ്ലാന്റ്സ് മാത്രം കഴിക്കുകയുള്ളൂ, പ്ലാന്റ് പാർട്സ് മാത്രം കഴിക്കുകയുള്ളൂ ബട്ടർഫ്ലൈ. അടുത്തത് റാറ്റാണ്. റാറ്റും ഇതുപോലെ ഒരു ഹെർബിവോറാണ്, അതായത് പ്ലാന്റ് പാർട്സ് മാത്രം കഴിക്കുകയുള്ളൂ. പിന്നെ അവസാനത്തേത് ലിസാർഡാണ്, പല്ലിയാണ്. ലിസാർഡ് എന്താണ്? ഒരു കാർണിവോറാണ്, അതായത് മീറ്റ് കഴിക്കുന്ന ജീവിയാണ് ലിസാർഡ്. കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ആഡിങ് മോർ നെയിംസ് ഓഫ് ആനിമൽസ്. താഴെ നമുക്ക് ഹെർബിവോർസ്, ഒംനിവോർസ്, കാർണിവോർസിൻ്റെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ നമുക്കറിയാവുന്ന ജീവികളെ, ക്രിയേച്ചേഴ്സിനെ ആഡ് ചെയ്തിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് ഹെർബിവോർസ് ആണ്, അതായത് പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ് മക്കളെ? കൗ, എലഫൻറ്റ്, സ്ക്വയറൽ, ഗോട്ട്, ബട്ടർഫ്ലൈ, ഡീർ, റാബിറ്റ്. ഇനി കാർണിവോർസ്, മീറ്റ് മാത്രം കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ലയൺ, ടൈഗർ, ചീറ്റ, ഫോക്സ്, ഈഗിൾ, കിങ് ഫിഷർ, വോൾഫ്. ഇനി ഓംനിവോർസ്, രണ്ടും കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ക്രൗ, ഹെൻ, ഫ്രോഗ്, ഹ്യൂമൻ. ഇവരെല്ലാവരും രണ്ടും കഴിക്കുന്ന ജീവികളാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഹെർബിവോർസിനും കാർണിവോർസിനും ഓംനിവോർസിനും എക്സാമ്പിളാണ് കേട്ടോ. Observe the pictures. Which body parts of the creatures help them to catch their prey and eat it? How? താഴെ നമുക്ക് തന്നിട്ടുള്ള ഈ പിക്ചേഴ്സ് കണ്ട 4 പിക്ചേഴ്സ്, ഈ പിക്ചേഴ്സിലെ ഓരോ ക്രിയേച്ചേഴ്സും അവരുടെ ഇരയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവയുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് സഹായിക്കുന്നത് എന്ന് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് ഡക്കിൻ്റേത് ബീക്കാണ്, അതായത് ചുണ്ടുകളാണ് സഹായിക്കുന്നത്. രണ്ടാമത്തേത് ഈഗിൾ, പരുന്തിൻ്റെ ബീക്കും അതുപോലെ ലെഗും നെയിൽസും, കാലിലെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ഇരയെ പിടിച്ചിട്ട് ചുണ്ടുകൊണ്ട് ഭക്ഷണമാക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തേത് ഫ്രോഗിൻ്റെ ടങ്ങാണ്, നാവാണ് അല്ലേ, നാവ് നീട്ടിയിട്ടാണ് ഫ്രോഗ് ഇരയെ പിടിക്കുന്നത്. അടുത്തത് ലയൺ, സിംഹത്തിൻ്റെയും ടീത്തും അതുപോലെ നെയിൽസും, പല്ലുകളും നഖങ്ങളുമാണ് സഹായിക്കുന്നത്. കാർണിവോർസ് യൂസ് ദെയർ ഷാർപ്പ് നെയിൽസ് ടു അറ്റാക്ക് ദെയർ പ്രേ.
കാർണിവോർസ് അവരുടെ ഇരയെ പിടിക്കുന്നത് എങ്ങനെയാണ്? കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ചാണ്. ദേ യൂസ് ദെയർ ഷാർപ്പ് പോയിൻറ്റഡ് ടീത്ത് ടു ബൈറ്റ് ആൻഡ് ടിയർ ദെയർ പ്രേ. അവരുടെ മൂർച്ചയേറിയ പല്ലുകളും അതുപോലെ തന്നെ പല്ലുകളും പിന്നെ നഖങ്ങളും ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഇരയെ കടിച്ചു കീറി തിന്നുന്നു. Carnivore birds can peck and eat their prey with their strong and sharp beak. ഇനി കാർണിവോർസ് ആയിട്ടുള്ള ബേർഡ്സ് എന്ത് ചെയ്യുന്നു? അവരുടെ മൂർച്ചയേറിയ ചുണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഇരയെ പിടിക്കുന്നത്. സ്ട്രോങ് ലെഗ്സ് ആൻഡ് ദെയർ ഷാർപ്പ് ബെൻസ്ഡ് ക്ലോസ് ഹെൽപ്പ് ദെം ഇൻ ഗ്യാദറിങ് ഫുഡ്. അവരുടെ ബലമുള്ള കാലുകളാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? ഫുഡ് ഇരയെ പിടിക്കാനായിട്ട് അവരെ സഹായിക്കുന്നത്. The structure of the teeth of herbivores is suited to chew plant parts. ഇനി ഹെർബിവോർസിൻ്റെ പ്രത്യേകത എന്താണ്? അവരുടെ പല്ലുകൾ ഈ പ്ലാന്റ് പാർട്സ് സസ്യഭാഗങ്ങളെല്ലാം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ പാകത്തിലുള്ളതാണ്. മെനി ഫോംസ് വൺ ലൈഫ്. ഒരുപാട് രൂപമാറ്റങ്ങൾ, ഒരു ജീവിതം. മിത്ര വാസ് പ്ലേയിങ് ഇൻ ദ കോർട്ട്യാർഡ്. മിത്ര മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദർ വേർ സം ലൈറ്റ് യെല്ലോ പേളി ഒബ്ജക്ട്സ് ഇൻ എ പ്ലാന്റ്. അപ്പോൾ ഒരു ചെടിയുടെ അടിയിലായിട്ട് കുറച്ച് മുത്തുകൾ പോലെ, മഞ്ഞ മുത്തുകൾ പോലെ കുറച്ച് മുട്ട കണ്ടു. മിത്ര കോൾഡ് ഹെർ മദർ. മദർ ലുക്ക്ഡ് അറ്റ് ദ ലീവ്സ്. മിത്ര അമ്മയെ വിളിച്ചപ്പോൾ അമ്മ ഇലകൾ നോക്കി. ദീസ് ആർ ദ എഗ്സ് ഓഫ് എ ബട്ടർഫ്ലൈ ഡിയർ. ഇതെന്താണ്? ഒരു ബട്ടർഫ്ലൈയുടെ, ചിത്രശലഭത്തിൻ്റെ മുട്ടകളാണ് എന്ന് അമ്മ പറഞ്ഞു. ഷീ വെയിറ്റഡ് ഈഗർലി ടു സീ ദ ബട്ടർഫ്ലൈ കമ്മിങ് ഔട്ട് ഓഫ് ദ എഗ്. മിത്ര അതിൽ നിന്നും ബട്ടർഫ്ലൈ വിരിഞ്ഞിറങ്ങുന്നത് കാത്തിരുന്നു. വാട്ട് എ സർപ്രൈസ്, ഷീ സോ ഓൺലി വർംസ്. അവൾ എന്താ പക്ഷേ കണ്ടത്? ബട്ടർഫ്ലൈയെ അല്ല കണ്ടത്, പുഴുക്കളെയാണ് കണ്ടത്. മോം, ആർ ദ റിയലി നോട്ട് ദ എഗ്സ് ഓഫ് ദ ബട്ടർഫ്ലൈസ്? ദീസ് worms വിൽ ബിക്കം ബട്ടർഫ്ലൈസ് ഡിയർ. ഇറ്റ് ഈസ് കോൾഡ് ലാർവ. അവൾ അമ്മയോട് എന്ത് പറഞ്ഞു? ഇത് പൂമ്പാറ്റയുടെ മുട്ടയല്ല, ഇത് പുഴുക്കളുടെ മുട്ടയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? ഈ പുഴുക്കൾ തന്നെയാണ് പൂമ്പാറ്റകളാവുന്നത്. ഈ പുഴുക്കളെ വിളിക്കുന്ന പേരെന്താണ്? ലാർവ എന്നാണ്. മിത്ര became curious. She took photos of the changes happening to the worm in the following days. മിത്രയ്ക്ക് അത് കേട്ടപ്പോൾ എന്തായി? ആകാംക്ഷയായി. അവൾ അവളുടെ ക്യാമറയിൽ വരുന്ന ദിവസങ്ങളിലെല്ലാമുള്ള ഈ മുട്ടയുടെ മാറ്റങ്ങൾ എന്ത് ചെയ്തെടുത്തു? ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു. മിത്ര എടുത്ത ഫോട്ടോസ് നോക്കിക്കേ. ഒബ്സർവ് ദ പിക്ചേഴ്സ്, ഫൈൻഡ് ഔട്ട് ദ നെയിംസ് ഓഫ് ഈച്ച് സ്റ്റേജ് ആൻഡ് റൈറ്റ് ദ ഫീച്ചേഴ്സ് ഇൻ യുവർ EVS ഡയറി. ഈ പിക്ചേഴ്സ് നോക്കിക്കേ. അതിലെ ബട്ടർഫ്ലൈയുടെ ഓരോ സ്റ്റേജിൻ്റെയും പേരുകൾ നിങ്ങൾ എഴുതണം. ആദ്യത്തേത് എന്താണ്? എഗ്ഗാണ്, മുട്ടയാണ് അല്ലേ? പിന്നെ ആ മുട്ട വിരിഞ്ഞ് എന്താവുന്നു? ലാർവയാവുന്നു, പുഴുവാവുന്നു. പിന്നെ അടുത്തതായിട്ട് ലാർവ എന്താവുന്നു മക്കളെ? പ്യൂപ്പയാവുന്നു. പ്യൂപ്പ കണ്ടോ? ഒരു കൂട് പോലെ കെട്ടിയിട്ട് അതിനുള്ളിൽ ഈ പുഴു താമസിക്കുന്നതാണ് പ്യൂപ്പയാവുന്നു. ഇനി പ്യൂപ്പ വിരിഞ്ഞാണ് പിന്നീട് എന്താവുന്നത്? ബട്ടർഫ്ലൈ ആവുന്നത്. ഒബ്സർവ് ദീസ് ബട്ടർഫ്ലൈസ്. ആർ ഇൻ ദ ഡിസൈൻസ് ഓഫ് ദ ഓൺ ദ വിങ്സ് ദ സെയിം? ഈ ബട്ടർഫ്ലൈസിനെ കണ്ടോ? ഇതിലെ രണ്ടിൻ്റെയും വിങ്സിലെ ചിറകിലെ ഡിസൈൻസ് ഒരുപോലെയല്ലേ? ഡു ദ വിങ്സ് ഓഫ് ഓൾ ദ ബട്ടർഫ്ലൈസ് ലുക്സ് ലൈക്ക് ദിസ്? എല്ലാ ബട്ടർഫ്ലൈസിൻ്റെയും വിങ്സ് ഒരുപോലെയാണോ കാണാൻ? അല്ല അല്ലേ? ഒബ്സർവ് ദ ബട്ടർഫ്ലൈസ് ഇൻ യുവർ സറൗണ്ടിങ്സ്. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ് ടു ദ ക്ലാസ്. നിങ്ങളുടെ ചുറ്റുമുള്ള ബട്ടർഫ്ലൈസിനെ ഒബ്സർവ് ചെയ്തിട്ട് നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫൈൻഡിങ്സ്, കണ്ടെത്തലുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. എല്ലാ ബട്ടർഫ്ലൈസിനും ഒരേ ചിറകുകളുടെ ഡിസൈൻ അല്ല ഉള്ളത് എന്നാണ് ഉത്തരം വരേണ്ടത് കേട്ടോ. ഇനി ഇവിടെ രണ്ട് കുട്ടികൾ പറയുന്നത് നോക്കൂ. ഈച്ച് ക്ലാസ് ഓഫ് ബട്ടർഫ്ലൈസ് ഈസ് ഗിവൺ നെയിംസ് ടു ഐഡൻറ്റിഫൈ ദം. എന്താണ്? എല്ലാ ബട്ടർഫ്ലൈസിനും അതിൻ്റേതായിട്ടുള്ള പേരുകളുണ്ട്. ഡു ബട്ടർഫ്ലൈസ് ഹാവ് നെയിംസ്? ബട്ടർഫ്ലൈസിന് പേരുണ്ടോ എന്ന് അപ്പോൾ ഒരു ആൺകുട്ടി സംശയം ചോദിക്കുകയാണ് അല്ലേ? ബട്ടർഫ്ലൈസിന് പേരുണ്ട്. നോക്കിക്കുക, താഴെ രണ്ട് ബട്ടർഫ്ലൈസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് കോമൺ ജെസിബെല്ലും ഒന്ന് കോമൺ ഗ്രാസ് യെല്ലോയും ആണ് കേട്ടോ. The largest butterfly in Kerala is southern birdwing or Garuda Shalabham and the smallest is grass jewel, that means Ratnaneeli. കേരളത്തിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈയുടെ പേരെന്താണ്? സദേൺ ബേർഡ് എന്നാണ്. അത് ഗരുഡ ശലഭം എന്നാണ് പറയുന്നത്. അതുപോലെ ഏറ്റവും ചെറിയ ബട്ടർഫ്ലൈയുടെ പേരെന്താണ്? ഗ്രാസ് ജുവൽ, രത്നനീലി എന്നാണ്. ദ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരളം ഈസ് മലബാർ ബാൻഡഡ് പീകോക്ക് ഓർ ബുദ്ധമയൂരി. കേരളത്തിലെ ഔദ്യോഗിക ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധമയൂരിയാണ്. The pictures of some butterflies found in our surroundings are given below. നമ്മളുടെ ചുറ്റുപാടും കാണുന്ന കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ പിക്ചേഴ്സും അതിൻ്റെ പേരും താഴെ തന്നിട്ടുണ്ട്. നോക്കിക്കേ. ആദ്യത്തേത് ടോണി കോസ്റ്റർ, കോമൺ പൈററ്റ്, ബ്ലൂ ടൈഗർ, ക്രിംസൺ റോസ്, ലെമൺ പാൻസി,
common mormon. Observe the butterflies in your surroundings, find their names and write them. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ബട്ടർഫ്ലൈസിനെ ഒബ്സർവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവരുടെ പേരുകൾ ഇതുപോലെ എഴുതി കൊടുക്കണം. നോക്കിക്കേ, ഞാൻ കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ പേരുകളും പിക്ചറും ഇവിടെ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ EVS നോട്ട്ബുക്കിൽ ഒട്ടിച്ചു കൊടുക്കണേ. Butterflies depends on plants in two ways, for laying eggs and for food. ബട്ടർഫ്ലൈസ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, സസ്യങ്ങളെ ആശ്രയിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. എന്തിനൊക്കെയാണ്? ഒന്ന് ഫോർ ലേയിങ് എഗ്സ്, മുട്ടയിടാനായിട്ട്, അതായത് ഇലകളിലല്ലേ മുട്ടയിടുന്നത്, അതിനായിട്ട്. ആൻഡ് ഫോർ ഫുഡ്, രണ്ടാമത്തേത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനെ രണ്ട് കാര്യത്തിനാണ് ബട്ടർഫ്ലൈസ് ലീവ്സിനെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നത്. ദ കോമൺ മോർമോൺ ബട്ടർഫ്ലൈസ്, നാരകക്കാളി, യൂഷ്വലി ലേസ് എഗ്സ് ഓൺ ദ സിട്രസ് പ്ലാന്റ്. നാരകക്കാളി എന്ന് പറയുന്ന ബട്ടർഫ്ലൈ അതിൻ്റെ മുട്ടകൾ ഇടുന്നത് എവിടെയാണ്? സിട്രസ് പ്ലാന്റിലാണ്, അതായത് നാരകമരയില്ലേ അതിലാണ് മുട്ടകളിടുന്നത്. ആൻഡ് ദ ഓറഞ്ച് ബെറി പ്ലാന്റ്, അതുപോലെ തന്നെ ഓറഞ്ച് ബെറി പ്ലാന്റിലുമാണ് മുട്ടകളിടുന്നത്. ദെയർ ലാർവ ഈറ്റ് ലീവ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്. അവരുടെ ലാർവകൾ, അതായത് ലാർവ എന്ന് പറഞ്ഞാൽ എന്താ, പുഴുക്കൾ, അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞ് പുഴുവാകുന്നതിനാണ് ലാർവ എന്ന് പറയുക. ആ ലാർവകൾ ഈ മരത്തിൻ്റെ തന്നെ ഇലകളാണ് ഭക്ഷണമാക്കുന്നത്. വെൻ ദേ ബിക്കം ബട്ടർഫ്ലൈസ് ദേ ഫൈൻഡ് നെക്ടർ ഫ്രം ദ ഫ്ലവേഴ്സ് ഓഫ് ഹിബിസ്കസ്, വൈറ്റ് ഓർക്കിഡ് ട്രീ ആൻഡ് മോർണിംഗ് ബ്രീസ് പ്ലാന്റ്സ്. അവർ പൂമ്പാറ്റകളായി കഴിഞ്ഞാൽ അവർ ചെമ്പരത്തിയിൽ നിന്നും അതുപോലെ ഓർക്കിഡിൽ നിന്നുമൊക്കെയാണ് തേനുകൾ കുടിക്കുന്നത്. ഗ്രോ പ്ലാന്റ്സ് ലൈക്ക് പഗോഡ ഫ്ലവർ, ദാറ്റ് മീൻസ് കൃഷ്ണകിരീടം, റാറ്റിൽ വീഡ്, കിലുക്കി, കറി ലീഫ് പ്ലാന്റ്സ്, സിട്രസ്, ഒലിയാണ്ടർ, അരളി, ദാറ്റ് അട്രാക്ട് ബട്ടർഫ്ലൈസ് ഇൻ യുവർ സ്കൂൾസ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. നിങ്ങളുടെ സ്കൂളിലെ ഗാർഡനിൽ, ഉദ്യാനത്തിൽ, പൂന്തോട്ടത്തിൽ എന്ത് ചെയ്യുക, ബട്ടർഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യുന്ന, ആകർഷിക്കുന്ന രീതിയിലുള്ള കൃഷ്ണകിരീടവും അരളിയും കിലുക്കിയും ഒക്കെ എന്ത് ചെയ്യുക, വച്ചു പിടിപ്പിക്കുക. ഒബ്സർവ് വാട്ട് ടൈപ്സ് ഓഫ് ബട്ടർഫ്ലൈസ് കം ടു ദ ഗാർഡൻ. എന്നിട്ടോ ഈ ഗാർഡനിലേക്ക് ഏതൊക്കെ തരത്തിലുള്ള ബട്ടർഫ്ലൈസ് വരുന്നുണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രിയേച്ചേഴ്സ് ആർ അറൗണ്ട് അസ്. എത്രയെത്ര വ്യത്യസ്തമായ ജീവികളാണല്ലേ നമുക്ക് ചുറ്റുമുള്ളത്. വേർ ഡു ദേ ലിവ്, അവരെവിടേക്കാണ് ജീവിക്കുന്നത്? ഫോറസ്റ്റ്, കാടുകളിൽ, റിവർ, പുഴകളിൽ, പോണ്ട്, കുളത്തിൽ, സീ, കടലിൽ, ഗാർഡൻ, പൂന്തോട്ടത്തിൽ, ഫീൽഡ്, വയലിൽ അല്ലേ. വാട്ട് വിൽ ഹാപ്പൺ ഇഫ് ദേ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. ഇവയൊക്കെ നശിച്ചു പോയാൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ? എന്തൊക്കെ സംഭവിക്കും മക്കളെ? വി വിൽ ലോസ് ദ ബ്യൂട്ടി ഓഫ് അവർ നേച്ചർ. നമ്മളുടെ പ്രകൃതിയുടെ തന്നെ ഭംഗി ഇല്ലാതെയാവും അല്ലേ. പിന്നെയോ എക്സ്റ്റെൻഷൻ വിൽ ഒക്കെ ഇൻ അതർ ഓർഗാനിസംസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദീസ് ഓർഗാനിസംസ്. ഈ ഓർഗാനിസംസിനെ, ഈ ജീവികളെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റ് ജീവികളും എന്തായി പോവും? വംശനാശം സംഭവിക്കും. അവർക്കും ഭക്ഷണം കിട്ടാതെ ആ ജീവികളും നശിച്ചു പോവും. The earth belongs to everyone, doesn't it? ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അല്ലേ. യെസ്. വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് ദ സറൗണ്ടിങ്സ് വേർ ദീസ് ക്രിയേച്ചേഴ്സ് ലൈവ്. ഈ ജീവികളെല്ലാം ജീവിക്കുന്ന സറൗണ്ടിങ്സ്, ചുറ്റുപാട് സംരക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? ഡു നോട്ട് ത്രോ വേസ്റ്റ്, മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. ഡു നോട്ട് കട്ട് ട്രീസ്, മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. പ്ലാന്റ് മോർ ട്രീസ്, ഒരുപാട് മരങ്ങൾ വച്ചു പിടിപ്പിക്കണം. ഡു നോട്ട് ഡിസ്ട്രോയ് ഫീൽഡ്, ഹിൽസ് ആൻഡ് പോണ്ട്, റിവേഴ്സ്. എന്താണ്, നമ്മുടെ വയലുകളും കുന്നുകളും കുളങ്ങളും പുഴകളൊന്നും എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നമ്മളുടെ സറൗണ്ടിങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ 1. മിത്ര ഒബ്സർവ് ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദ ഡൊമസ്റ്റിക് ആനിമൽസ് ലൈക്ക് ക്യാറ്റ് ആൻഡ് ഗോട്ട് ആൻഡ് റോട്ട് ദം ഇൻ ദ ടേബിൾ. ആഡ് മോർ ഡീറ്റെയിൽസ് ഇൻ ദ ടേബിൾ. മിത്ര ഒരു ക്യാറ്റിൻ്റെയും ഗോട്ടിൻ്റെയും പൂച്ചയുടെയും ആടിൻ്റെയും പ്രകൃതം എന്ത് ചെയ്തിട്ട് നിരീക്ഷിച്ചിട്ട് ഒരു ടേബിളിൽ എഴുതി. മിത്ര എഴുതിയതിനോട് നിങ്ങൾക്ക് അറിയാവുന്നത് കൂടെ കൂട്ടിച്ചേർത്തിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യൂ. ആദ്യം ക്യാറ്റിൻ്റേതാണ്. ക്യാറ്റ് ഈറ്റ് മീറ്റ്. എന്താണ്, ക്യാറ്റ് ഇറച്ചിയാണ് കഴിക്കുന്നത്, മീറ്റാണ് കഴിക്കുന്നത്. ഹാസ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്. കാലുകളിൽ മൂർച്ചയേറിയ നഖങ്ങളുണ്ട്. പിന്നെയോ ഹാസ് ഷാർപ്പ് ടീത്ത്. നല്ല മൂർച്ചയേറിയ പല്ലുകളാണുള്ളത്. ക്യാൻ സീ ഈവൺ ഇൻ ദ ഡാർക്ക്. രാത്രിയിലും ക്യാറ്റിന് കണ്ണ് കാണാനായിട്ട് സാധിക്കും. അടുത്തത് ഗോട്ട്. ഗോട്ടിൻ്റെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസാണ് എഴുതിയിട്ടുള്ളത്? ഈറ്റ്സ് പ്ലാന്റ് പാർട്സ്. സസ്യഭാഗങ്ങളാണ് ഗോട്ട് കഴിക്കുന്നത്. ഡസ് നോട്ട് ഹാവ് ഷാർപ്പ് നെയിൽസ് ഓൺ ഫീറ്റ്. കാലുകളിലൊന്നും എന്തില്ല, മൂർച്ചയേറിയ നഖങ്ങളൊന്നുമില്ല. ദ ടീത്ത് ഓഫ് ഗോട്ട് ഈസ് ഫീച്ചേർഡ് ടു ച്യൂയിങ്. നമ്മളുടെ ഗോട്ടിൻ്റെ പല്ലുകൾ ചവച്ചരയ്ക്കാനായിട്ടുള്ള ഫീച്ചേഴ്സാണ് ഗോട്ടിൻ്റെ പല്ലുകൾക്കുള്ളത്. ക്വസ്റ്റ്യൻ 2. ഫൈൻഡ് ദ സീ ക്രിയേച്ചേഴ്സ് ഹിഡൻ ഇൻ ദ പിക്ചർ.
ഗിവൺ റൈറ്റ് ദർ നെയിം. താഴെ തന്നിട്ടുള്ള പിക്ചറിൽ കുറച്ച് സീ ആനിമൽസിൻ്റെ സീ ക്രിയേച്ചേഴ്സിൻ്റെ ഫോട്ടോസ് ഉണ്ട്, ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാവുന്നത് എന്ത് ചെയ്യുക, കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, നമുക്കിവിടെ ഒരു ഒക്ടോപ്പസിനെ കാണാം, ഒരു നീരാളിയെ കാണാം, പിന്നെ ഡോൾഫിനെ കാണാം, പിന്നെ സ്റ്റാർ ഫിഷിനെ കാണാം, അതുപോലെ സീ ഹോഴ്സിനെ കാണാം, കടൽ കുതിരയെ കാണാം, ഇല്ലേ ഈ പ്രോൺസിനെ കാണാം, ചെമ്മീനെ കാണാം. ഇനി അതുപോലെ തന്നെ ഒരുപാട് ജീവികൾ ഇതിൽ വേറെയും ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണ്ടുപിടിച്ച് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. Question 3. In which category does the duck belong to according to its food habit? ഭക്ഷണ രീതിയുടെ ക്രമമനുസരിച്ച് ഡക്ക് ഏത് ഇതിലാണ് വരുന്നത്, ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഡക്ക് ഈസ് ആൻ ഓംനിവോർസ്, അല്ലേ? ഡക്ക് ഓംനിവോർസ് ആണ്. ബോത്ത് മീറ്റും അതുപോലെ തന്നെ പ്ലാന്റും ഡക്ക് എന്ത് ചെയ്യും, കഴിക്കുന്നുണ്ട്. ഇഫ് ദ ഡക്ക് വാസ് എ കാർണിവോർ ലൈക്ക് ദ ഈഗിൾ, വാട്ട് ബോഡി ഫീച്ചേഴ്സ് വിൽ ഇറ്റ് ഹാവ്? ഡ്രോ ആൻഡ് ആഡ് ദം. ഡക്ക് നമ്മളുടെ ഈഗിളിനെ പോലെ, പരുന്തിനെ പോലെ ഒരു കാർണിവോർ ആണെങ്കിൽ, മീറ്റ് മാത്രം കഴിക്കുന്ന പക്ഷിയാണെങ്കിൽ ഡക്കിന് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക? ഒന്ന് പറഞ്ഞേ. ഡക്കിന് നല്ല ഷാർപ്പ് ബീക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക, മൂർച്ചയേറിയ ചുണ്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ലെഗ് ഉണ്ടായിരിക്കും, നല്ല ബലമുള്ള കാലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഷാർപ്പ് നെയിൽസ് ഉണ്ടായിരിക്കും, മൂർച്ചയേറിയ നഖങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഈഗിളിനെ പോലെയുള്ള ചുണ്ടും കാലും നിങ്ങൾ ഈ ഡക്കിന് വരച്ചു കൊടുക്കണേ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ടു ദ വേൾഡ് ഓഫ് ആനിമൽസ് എന്നുള്ള EVSൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ക്ലാസ് മനസ്സിലായ മക്കൾക്ക്? മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് എല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്